ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇന്ന് ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ദേവസ്വം ബോർഡിനും ഇപ്പോൾ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കാരണം മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളികൾ കടത്തിയ സംഭവത്തിൽ ഇടക്കാല ഉത്തരവ് കൂടി എത്രയും വേഗം സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണം എന്നുള്ള ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. രേഷ്മയിലേക്ക് വീണ്ടും എത്തുന്നു. രേഷ്മ, ഈ എന്ത് ന്യായീകരണം, എന്ത് ന്യായങ്ങളാണ് ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതോടൊപ്പം തന്നെ തിരക്കിട്ട നിയമ ചർച്ചകൾ ഒക്കെ ആരംഭിക്കാൻ ബോർഡ് ഒരുങ്ങുന്നു എന്നുകൂടി സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട്. അത് ശരിയാണോ? ഇത് അപ്പീൽ നൽകാനായി ബോർഡ് പെട്ടെന്ന് ഒരുങ്ങുമോ? പ്രധാനമായിട്ടും ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ച സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് തന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലേക്ക് ഈ പറയുന്ന സ്വർണ്ണപ്പാളിക കൊണ്ടുപോയതെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ നിലപാട്. പക്ഷേ ഹൈക്കോടതി ചോദ്യം ചെയ്തത് എന്തുകൊണ്ടാണ് മുൻകൂറായിട്ട് അനുമതി തേടാതിരുന്നത്? അതായത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, അതോടൊപ്പം തന്നെ ഹൈക്കോടതി, ഇവരുടെയൊക്കെ തന്നെ മുൻകൂർ അനുമതി നേരത്തെ തന്നെ തേടേണ്ടതുണ്ട്. അക്കാര്യത്തിൽ എന്താണ് വീഴ്ച പറ്റിയെന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള വിശദീകരണമോ മറുപടിയോ ദേവസ്വം ബോർഡിന്റെ അധികൃതർക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിശദീകരണം ഒരു റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ വെള്ളിയാഴ്ചക്കകം സമർപ്പിക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതോടൊപ്പം തന്നെ ഒരു പെട്ടെന്നുള്ള നടപടി എന്നുള്ള രീതിയിലാണ് ഈ കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളിക എത്രയും വേഗം തിരിച്ചെത്തിക്കാനായിട്ടുള്ള ഇടക്കാല ഉത്തരവ് കൂടി ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കാരണം ഈ തിരുവാഭരണത്തിന്റെ അടക്കം ചുമതലയുള്ള കമ്മീഷണർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, ദേവസ്വം ബോർഡിന്റെ അധികൃതർ, ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ മുൻകൂറായിട്ടുള്ള അനുമതി, തന്ത്രിയുടെ അനുമതി, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സന്നിധാനത്ത് വെച്ച്, ആ തിരുസന്നിധിയിൽ വെച്ച് ഈ വിഗ്രഹത്തിന്റെ ആണെങ്കിലും സ്വർണ്ണപ്പാളിയുടെ ആണെങ്കിലും അറ്റകുറ്റപ്പണി നടത്തുവാൻ പാടുള്ളൂ. പക്ഷേ അത്തരം മാനദണ്ഡങ്ങളും അത്തരം നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ സ്വർണ്ണപ്പാളിക ചെന്നൈയിലേക്ക് കടത്തിയത്. അറ്റകുറ്റപ്പണിക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഇത്രയധികം ലാഘവത്തോടു കൂടി ഈ പ്രവൃത്തിയെ കണ്ടു എന്നുള്ളതാണ് ഹൈക്കോടതി പ്രസക്തമായിട്ട് ഗൗരവത്തോടു കൂടി പരിശോധിച്ചത്. എന്തായാലും ഹൈക്കോടതിയുടെ അനുമതി നിഷേധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ വിഷയങ്ങൾ ധരിപ്പിക്കാതെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിൽ സ്വർണ്ണപ്പാളിക കടത്തിയത്. അതിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ആ സ്വർണ്ണപ്പാളിക തിരികെ എത്തിക്കാനും ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാനും ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ തിരികെ കൊണ്ടുവരുന്ന വേളയിലോ അല്ലെങ്കിൽ കൊണ്ടുപോയ വേളയിലോ ഏതെങ്കിലും ഘട്ടത്തിൽ തൂക്കക്കുറവോ അതുമല്ലെങ്കിൽ കേടുപാടുകളോ ഈ സ്വർണ്ണപ്പാളികയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് ഉത്തരവാദികൾ. അതുമാത്രമല്ല, പരിപാവനമായിട്ട് കാണുന്ന ഒരിടത്തു നിന്നും നേരെ ചെന്നൈയിലേക്ക് ഏതെങ്കിലും ഒരു വസ്തു കടത്തുന്ന ലാഘവത്തോടു കൂടി ഈ വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളി കടത്തി എന്നുള്ളതും കുറ്റകരം തന്നെയാണ്. അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള, ഏറ്റവും പൊടുന്നനെയുള്ള, പെട്ടെന്നുള്ള ഒരു നടപടി എന്നുള്ള രീതിയിലാണ് ഈ സ്വർണ്ണപ്പാളിക തിരികെ എത്തിക്കാനായിട്ട് ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഈ ഹർജി, ഈ റിപ്പോർട്ട് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. അന്നേ ദിവസം ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ദേവസ്വം ബോർഡും എക്സിക്യൂട്ടീവ് ഓഫീസറും അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷണറും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ നൽകണം. അനു, തീർച്ചയായും രേഷ്മ തുടരുക. ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശ്രീ കെ പി ശശികല ടീച്ചർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു ഇപ്രാവശ്യം ദേവസ്വം ബോർഡിനെതിരെയും. സ്വർണ്ണപ്പാളി ഉടൻ തിരികെ എത്തിച്ചേ മതിയാവൂ, ഗുരുതര വീഴ്ച എന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന് പിന്നാലെ ഇവിടെ അത് തിരിച്ചെത്തിക്കുക എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് ഇനി അത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നൊരു ധാരണയിൽ നിന്നാണ്. തിരിച്ചെത്തിക്കുമ്പോഴും അത് തന്നെയാണ് തിരിച്ചെത്തുക എന്ന് നമുക്ക് അല്ലെങ്കിൽ ഉറപ്പിക്കാൻ സാധിക്കൂ. കാരണം മുമ്പ് ഹരിപ്പാട് ക്ഷേത്രത്തിലെ കമ്പവിളക്കിന് ഇതിന് സമമായൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു കേടുമില്ലാത്ത സാധനം അത് മാറ്റിപ്പണിയാനാണ് എന്ന് പറഞ്ഞ് ഭക്തരുടെയോ അല്ലെങ്കിൽ തന്ത്രി ആരുടെയോ ആവശ്യമില്ലാതെ എടുത്തിട്ട് പോകുന്നു. ഭക്തർ സംഘടിച്ചത് തിരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷിച്ചപ്പോഴേക്കും അത് ഉരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഉള്ള അതിന്റെ ആ മൂല്യം കണക്കാക്കാതെ, ഒരിക്കലും അതിന്റെ ആ വസ്തുവിന്റെ മൂല്യമല്ല അതിനുള്ളത്, അതിനപ്പുറമുള്ള മൂല്യം ഉണ്ട് ആ വസ്തുക്കൾക്കൊക്കെ. അപ്പൊ ഇങ്ങനെ ഇത് ഇളക്കി കൊണ്ടുപോകാമെന്നും തോന്നിയവാസം കാണിക്കാമെന്നും വരുമ്പോൾ കേവലം സാധനം തിരിച്ചെത്തിയാൽ പോരാ, ഇതിന്റെ ഉത്തരവാദികൾ കൃത്യമായി ശിക്ഷിക്കപ്പെട്ടിരിക്കണം. ഇനി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാതെ നോക്കുകയും വേണം.
അപ്പൊ അത് നോക്കണമെങ്കിൽ ഇതിന് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം ഉണ്ടായിട്ടും തന്നെ സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം എന്ന കൃത്യമായ നിർദ്ദേശം ഉണ്ടായിട്ടും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭരണത്തിൽ തുടരാനുള്ള അർഹത ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, സാധാരണ പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലൊക്കെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെ കണക്കുകൾ കൃത്യമല്ല എന്ന് വന്നാൽ പോലും, അതല്ലെങ്കിൽ ആരെങ്കിലും പരാതിപ്പെട്ടാൽ പോലും ആ നിലവിലുള്ള കമ്മിറ്റിയെ മാറ്റി എന്നേക്കുമായിട്ട് ആ ക്ഷേത്രം ദേവസ്വം ബോർഡിനെ പിടിച്ചെടുക്കാം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോണത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ അഴിമതി കാണിച്ചത്, ഇത് ശരിക്കൊരു അഴിമതിയും അതുമല്ലെങ്കിൽ അഹങ്കാരവുമാണ് അവിടെ കാണിച്ചത്. ഇത്രയും ചെയ്തവർക്ക് അധികാരത്തിൽ തുടരാനുള്ള ഇതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് തുടരാനുള്ള അർഹതയില്ല. അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തത്. കാരണം ഇത്രയും മഹാക്ഷേത്രം, ലോകം ശ്രദ്ധിക്കുന്ന ഒരു ക്ഷേത്രം, അതിന് ക്ഷേത്രത്തിന്റെ ഏറ്റവും മുൻവശത്തുള്ള ദ്വാരപാലകരുടെ ഗോളക, അതൊക്കെ എടുത്തുകൊണ്ട് പോകാനും പെട്ടെന്ന് തന്നെ ആരും അറിയാതെ തിരിച്ചെത്തിക്കാൻ എന്നൊക്കെയുള്ള ധാരണയിൽ പെരുമാറുമ്പോൾ ഇവർ നാളെ അയ്യപ്പനെ കൊണ്ടുപോയില്ല നമുക്ക് പറയാൻ പറ്റുമോ? നടടച്ച നാടുകളിൽ പകരം വേറെ വിഗ്രഹം കൊണ്ടുവയ്ക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് അരനിമിഷം പോലും ഈ ദേവസ്വം ബോർഡിന് അധികാരത്തിൽ തുടരാൻ യാതൊരു വിധത്തിലുള്ള ധാർമ്മികമായ അധികാരവും ഇല്ല എന്നാണ് തോന്നുന്നത്. തീർച്ചയായും. അതായത് ഈ ശില്പത്തിന്റെ ഭാഗം രഹസ്യമായി തന്നെ കടത്തിയതാണ് എന്നതിൽ ഹിന്ദു ഐക്യവേദി ഇപ്പോഴും ഉറച്ചു തന്നെ വിശ്വസിക്കുന്നത്. തിരികെ കൊണ്ടുവന്നാൽ പോലും അതിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് അല്ലേ ടീച്ചർ? തീർച്ചയായും. കാരണം അതിന് ഇനി നടക്കുന്നത് ഇവരെന്താ കൊണ്ട് പറയാൻ നമുക്ക്. അതുകൊണ്ട് ഇത് ആരാണ്, ആരുടെ നിർദ്ദേശപ്രകാരം എന്തിനിങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ഇതിനുണ്ടായി എന്നതിനൊക്കെ പറ്റി കൃത്യമായ അന്വേഷണം നടക്കണം. ശരി, വളരെയധികം നന്ദി. കെ.പി. ശശീല ടീച്ചറാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. രേഷ്മയിലേക്ക് വീണ്ടും എത്തുകയാണ്. രേഷ്മ, ഈ വിഷയം പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഹർജിയാണ്, അതിനെതിരെയുള്ള ഹർജിയാണ്. ആ ഹർജി പരിഗണിക്കവേ സർക്കാരിനോട് ചോദ്യശരങ്ങളായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ വ്യക്തമായി കോടതി ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അയ്യപ്പൻ്റെ പേരിൽ പിരിക്കുന്ന പണം മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ഉപയോഗിക്കുമോ എന്ന് ആദ്യ ചോദ്യം. ഇനി പരിപാടി വേണമെന്ന ആവശ്യം ആരുടേത് എന്ന് വ്യക്തവുമാക്കണം. സ്പോൺസർഷിപ്പ് തുക ചെലവഴിക്കുന്ന കാര്യത്തിൽ സർക്കാർ മറുപടിയിൽ വ്യക്തത ഇല്ല എന്ന് കൂടി കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്ന സമയം സാധാരണ ഭക്തരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക അത് ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. അതിന്ന് കോടതി ചോദിച്ചിട്ടുമുണ്ട് സർക്കാരിനോട്. അതെ അനു, നിരവധി ചോദ്യങ്ങളാണ് അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരുടെ നിർദ്ദേശാനുസരണമാണ്, ഒപ്പം തന്നെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, സ്പോൺസർഷിപ്പിലൂടെ പിരിക്കുന്ന തുക അത് എങ്ങോട്ടേക്കാണ് പോകുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. സംസ്ഥാന സർക്കാർ പറഞ്ഞത് ദേവസ്വം ബോർഡാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാൻ, അതുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരത്തിൽ 3000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഗമം പരിപാടി നടത്തുവാൻ പോകുന്നത്. 4 കോടി രൂപ ചെലവുണ്ട് തുടങ്ങിയ വാദങ്ങളും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചു. സർക്കാരിന്റെ പങ്ക് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളതായിരുന്നു പിന്നീട് ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യം. ഹൈക്കോടതിയിലെ സർക്കാർ പറഞ്ഞത് ദേവസ്വം ബോർഡിനെ സഹായിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമാണ് തങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഹൈക്കോടതിക്ക് ചില ആശങ്കകളും സംശയങ്ങളും ഇപ്പോഴുമുണ്ട്. കാരണം ഈ സ്പോൺസർഷിപ്പിലൂടെ പിരിക്കുന്ന തുക അത് ഏത് വിധത്തിൽ ചെലവാക്കുമെന്നോ അത് എങ്ങോട്ടേക്ക് മാറ്റുമെന്ന കാര്യത്തിലോ ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് വ്യക്തതയില്ല. അതിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ മറുപടി നൽകിയിട്ടില്ലെന്നാണ് ഹൈക്കോടതി വാക്കാൽ വിമർശന രൂപേണ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ക്ഷണിതാക്കൾ ആരൊക്കെയാണ്, അതായത് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ വരുന്ന 3000 പേരെന്ന് പറയുന്നത് അത് എത്തരത്തിലുള്ളവരാണ്, അവരുടെ ഈ ക്ഷണിതാക്കളുടെയൊക്കെ ക്ഷണിക്കപ്പെടുന്ന ആളുകളുടെ മാനദണ്ഡങ്ങൾ ഏത് വിധത്തിലാണ് തുടങ്ങിയ ചോദ്യങ്ങളും ഹൈക്കോടതി നടത്തി. പക്ഷേ അതിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞത് സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്കും ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു മറുചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാധാരണ ഭക്തരുടെ അവകാശങ്ങളെ ഏതെങ്കിലും വിധത്തിലോ ഘട്ടത്തിലോ ഈ പറയുന്ന അയ്യപ്പ സംഗമം ലംഘിക്കുമോ അല്ലെങ്കിൽ നിഷേധിക്കുമോ തുടങ്ങിയ ചോദ്യവും ഹൈക്കോടതി നടത്തി. അതിൽ കൃത്യമായിട്ടുള്ള മറുപടി ഇതുവരെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുമില്ല. എന്തായാലും സർക്കാരിന്റെ വിശദീകരണവും ദേവസ്വം ബോർഡിന്റെ മറുപടിയും ഒപ്പം തന്നെ ഹർജിക്കാർ ഉന്നയിച്ച വാദങ്ങളും
കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ട് ഒരു ഉത്തരവിലേക്ക് കടക്കാമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എടുത്തിട്ടുള്ള നിലപാട്. ഏറെ പ്രധാനമായിട്ടും പറയേണ്ടത് ഹർജിക്കാർ ഉന്നയിച്ച ചില മറുവാദങ്ങൾ തന്നെയാണ്. അതായത് തത്വമസി എന്നുള്ള പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് സ്വയം പ്രഖ്യാപിതമായിട്ട് നിരീശ്വരവാദി എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. ദേവസ്വം മന്ത്രിയും സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദിയാണ്. ഒരു അയ്യപ്പ ഭക്ത സംഗമം അതിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ രക്ഷാധികാരി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടത് നിരീശ്വരവാദികളാണോ എന്നുള്ള ഏറെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഹർജിക്കാർ ഉന്നയിച്ചത്. അതിന് ചോദ്യമോ അല്ലെങ്കിൽ മറുവാദമോ ഉത്തരമോ നൽകാൻ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സാധിച്ചില്ല. എന്തായാലും അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്നും ദേവസ്വം ബോർഡിനെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും തടയണമെന്നുള്ള ഒരു ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരു ഇടക്കാല ഉത്തരവ് ആവശ്യപ്പെട്ടുവെങ്കിലും വിശദമായിട്ട് വാദം കേൾക്കണമെന്നുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചു. വാദം പൂർത്തിയായിട്ടുണ്ട്. ഇനി വരും ദിവസം ഹൈക്കോടതി ഈ 4 ഹർജികളിൽ ഒരു പൊതുതാൽപര്യ ഹർജിയും 3 സാധാരണ രീതിയിലുള്ള ദേവസ്വം മാറ്റർ എന്നുള്ള രീതിയിലുള്ള ഹർജികളുമാണ്. ഈ 4 ഹർജികളിലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിധി പറയും. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ ഇന്ന് ഹർജിക്കാർ ഉന്നയിച്ച മറ്റൊരു വിഷയം കൂടിയുണ്ട്. 19-നും 20-നും ശബരിമലയിൽ വെർച്വൽ ക്യൂ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അത് സാധാരണ ഭക്തരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ള വാദവും ഹർജിക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. അതടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും അയ്യപ്പ സംഗമം തടയണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലപാടും തീരുമാനവും സ്വീകരിക്കുക. അനു. ശരി രേഷ്മ.